ഇന്നിപ്പോൾ ന്യൂസിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ടോപ്പിക്കാണ് മാനന്തവാടിയിൽ കടുവ ആക്രമണം. മാനന്തവാടി പഞ്ചാരിക്കൊല്ലിയിൽ സ്ത്രീയെ കടുവ ആക്രമിച്ചു കൊന്നു. ആക്ച്വലി കുറേ കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ ഈ ഒരു ഇഷ്യൂ ഉള്ളതാണ്. വന്യജീവി നാട്ടിലിറങ്ങിയ ആളുകളെ ആക്രമിക്കുന്നത്. അത് കടുവയാവാം, ആനയാവാം, കാട്ടുപന്നിയാവാം. ഇത് എത്ര പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഈ ഒരു ഇഷ്യൂ മാറണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, എല്ലാ മത നേതാക്കന്മാരും, നാട്ടുകാരും ഒക്കെ ഒന്നിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇഷ്യൂവിനൊരു പരിഹാരം വരില്ല. ഞാനിപ്പോൾ പല ചർച്ചകളും കണ്ടു. മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, ആളുകൾ കാടിൻ്റെ ഓരത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉപജീവനം കാടിനോട് ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാവും. സോ അവരുടെ പ്രൊട്ടക്ഷൻ ഏത് ഗവൺമെൻറ്, ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നു, ഇതിന് മുന്നേ ഭരിച്ച ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നു. ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ എവിടെയും കാടും നാടും തമ്മിലുള്ളൊരു ബാരിയർ പ്രോപ്പറായിട്ട് എവിടെയും ബിൽഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇന്ത്യയിൽ എവിടെയും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇല്ല. കാരണം നമ്മളെ കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഒട്ടും വില കൊടുക്കുന്നില്ല. കുറേ ഫണ്ട്, ഇഷ്ടം പോലെ ഫണ്ട് പുറത്തു നിന്നും നമ്മുടെ രാജ്യത്തുമായിട്ട് പലരും ഈ പറഞ്ഞ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞുള്ള പരിപാടിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറേ പേര്. കാരണം അതൊരു തരം എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഫണ്ട് അടിച്ചു മാറ്റാൻ പറ്റിയ ഒരു ഏരിയ ആണ്, ആൻഡ് തൊട്ടാ പൊള്ളുന്ന ഒരു ഏരിയ ആണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു പൊളിറ്റീഷ്യന് വന്ന് ഷോ കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഏതാ? ഇവിടെയാണ്. PV അൻവർ MLA, മറ്റേ ഇപ്പം MLA എന്ന് വിളിക്കാൻ പാടില്ല, അല്ല എക്സ് MLA വന്നിട്ട് കുറേ കാണിച്ചിട്ട് പോയിരുന്നു. ആർക്ക് വേണേ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഷോ കാണിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷെ ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റൂ? അല്ല, ഇതിപ്പോ എന്താ അറിയോ, ഷോ മാത്രമായിട്ട് അവസാനിച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഈ ആളുകളെ മരണം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എക്സാക്ട്ലി. കാരണം ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മളെ ഇന്ത്യയിലെ റോഡ് ആൻഡ് ട്രാഫിക് സിസ്റ്റം പോലെയാണ്. ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത, ഒട്ടും പ്ലാൻഡ് അല്ലാത്ത ഒരു തരം അങ്ങോട്ട് ഉണ്ടാക്കി. അത് കാടാണെങ്കിൽ ഇത് നാടാണ്. അപ്പോൾ അവിടെ അവിടെ കുറച്ച് ഇലക്ട്രിക് ഫെൻസ് വെക്കാം, അല്ലെങ്കിൽ കുറച്ച് കുഴി കുഴിച്ചിടാം, അല്ലെങ്കിൽ വലിയ വോള് കെട്ടാം. വലിയ മൈൻഡൊന്നുമില്ല. കാടും നാടും തമ്മിലുള്ള ഒരു വേർതിരിവൊന്നും വെച്ചിട്ടില്ല. ബൗണ്ടറീസ് ക്ലിയർ അല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് പുലിക്കോ ആനയ്ക്കോ എന്ത് മൃഗത്തിന് വേണമെങ്കിൽ നാട്ടിലിറങ്ങാം. ആളുകൾക്ക് ഒരു ബാരിയറും നോക്കാതെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കാടിനകത്ത് കയറിയിട്ട് അവരുടെ ബാക്കി ഉപജീവന മാർഗം കാടിനെ ചുറ്റിപ്പറ്റിയാണെന്നുണ്ടെങ്കിൽ അവർ കാട് കയറും. ഇതിനൊരു തരത്തിലും ഒരു ബാരിയർ വെക്കാൻ ഇതുവരെ ഇന്ത്യയിൽ ആരെ കൊണ്ടും സാധിച്ചിട്ടില്ല. ഇതിനിപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ടോ, ഇതിന് മുന്നേ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. കുറേ മുമ്പ് തന്നെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പോയിൻ്റ് ഔട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഇനി ഞാൻ നോക്കുന്ന സമയത്ത് കുറേ പേര് വന്നിരുന്നിട്ട് മറ്റേ പുലിനെ കൊല്ലണം, ആനേനെ കൊല്ലണം. ഇന്നലെ മറ്റേ ആന മലപ്പുറത്ത് കിണറ്റിൽ വീണിട്ട് ആനേനെ അതിൽ കുഴികൂട്ടി മൂടിക്കോന്നാണ് അൻവർ പറഞ്ഞത്. ഇന്നിപ്പോൾ പുലീൻ്റെ കാര്യത്തിൽ നരഭോജിയാണ് കടുവ വെടിവെച്ച് കൊല്ലണം. ഇത്ര ഈസിയാണോ കാര്യങ്ങൾ? അല്ല, ഒട്ടും ഈസിയല്ല. ഇപ്പോൾ ആളുകൾ പറയുന്ന പോലെ ഒറ്റയടിക്കാണ് ആനേനെ കൊല്ലാനോ പുലീനെ കൊല്ലാനോ നടക്കുന്ന പരിപാടിയല്ല. ഓക്കെ, നമ്മുടെ നിയമങ്ങൾ വെച്ചിട്ട് ഇത് ഇമ്പോസിബിൾ. ഇപ്പോൾ നരഭോജി ആയൊരു കടുവ ഒരാളെ പിടിച്ചു, അത് ആ കടുവനെയാണോ പിടിച്ചത്, കൊല്ലാൻ പോകുന്ന കടുവ അല്ലെങ്കിൽ വരുന്ന കോംപ്ലിക്കേഷൻസ്, ഇനി ആ കടുവ നരഭോജി ആണോ എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഇതിനകത്ത് നിയമപരമായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഈസി ആയിട്ടുള്ള ടാസ്കല്ല ഒറ്റയടിക്കാൻ കൊന്നോ പിടിച്ചോ എന്ന് പറയുന്ന പരിപാടിയും ശരിയാവുന്നില്ല. ഇതിന് കണ്ടുപിടിക്കേണ്ടത് എന്തുകൊണ്ട് ഈ മൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു, മൃഗങ്ങൾ എന്തുകൊണ്ട് നാടിനോട് അടുപ്പിച്ചുള്ള ഏരിയാസിൽ വരുന്നു, എന്തുകൊണ്ട് അവർ ഹണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പോൾ പുലികളാണെന്നുണ്ടെങ്കിൽ കടുവകൾ പുറത്തിറങ്ങുന്ന സമയത്ത് മാനീറ്റേഴ്സ് ഉണ്ട്, ഈ പറഞ്ഞ മൃഗങ്ങൾ, പട്ടി, പൂച്ച, ആട്, കോഴി, ഇതിനെ പിടിക്കുന്നവരുണ്ട്. അപ്പം ഇത് പല കാറ്റഗറീസിലാണ് ഈ സാധനങ്ങൾ അവരുടെ ഇടയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മാനീറ്റേഴ്സ് ആയിട്ടുള്ള നരഭോജികളായിട്ടുള്ള കടുവകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെന്ത് ചെയ്യണം, നമ്മുടെ എക്സിസ്റ്റൻസിന് അത് ഭീഷണിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലണം. ഇതിനെ വെച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യവുമില്ല. പക്ഷേ ഇവിടെ ചെയ്യേണ്ടതും ഇവിടെ വരേണ്ടതുമായിട്ടുള്ളൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇവർ കാടിറങ്ങുന്നു എന്നുള്ള എക്സാക്റ്റ് റീസൺ കണ്ടുപിടിക്കാൻ പറ്റണം. അൺഫോർച്ചുനേറ്റ്ലി അതിനുള്ളൊരു സയൻറ്റിഫിക് സ്റ്റഡി നടത്താനുള്ള ഒരു പരിപാടി ഇന്ത്യയിലില്ല. ഇനി ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഫണ്ട് അടിച്ച് മാറ്റും.
പിന്നെ ഇതിൻ്റെയൊക്കെ നമ്പർ കൗണ്ട്, ഇവിടെ എത്ര കടുവകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു എക്സാക്റ്റ് കൗണ്ട് ഉണ്ടോ? ഇവിടെ പറയുന്ന കൗണ്ടൊന്നും അല്ല കടുവകളുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ ബാക്കി ഇത് ഇല്ല, എണ്ണമൊക്കെ കൂടുതലായിരിക്കും അല്ലേ? ഇതൊരിക്കലും നമുക്ക് പ്രൂവ് ചെയ്യാനും പറ്റില്ല. എണ്ണം കൂടുതലാണെന്നോ കുറവാണെന്നോ നമുക്ക് പറയാനും പറ്റില്ല. കറക്റ്റ് ഇവർ ഈ പറയുന്നത് എണ്ണത്തിലുള്ളത് തന്നെയാണോ അതിലും കൂടുതലുണ്ടോ? ഇന്നെ സംബന്ധിച്ചിടത്തോളം കടുവയും ഇതിൻ്റെയൊക്കെ എണ്ണം കൂടുതലായി കാണും. ഇവർ ഈ പറയുന്ന എണ്ണം ഒന്നും ആയിരിക്കാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല. കടുവയൊക്കെ പ്രസവിക്കുമ്പോ തന്നെ പാക്കാണ് രണ്ടും. ഇനി അതും പോട്ടെ, ഒരു കടുവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര ഏരിയ എന്നുണ്ട്. ഒരു കടുവയ്ക്ക് സ്വന്തമായിട്ട് ഇത്ര കിലോമീറ്റേഴ്സ് വേണം അതിന് ഹണ്ട് ചെയ്യാനും അതിന് അതിന്റെ ടെറിട്ടറി വലുതാക്കാനും ഒക്കെ ആയിട്ട്. മെയിനായിട്ട് നാട്ടിൽ വരണമെങ്കിൽ കൂടുതലും വെള്ളത്തിന്റെ പ്രശ്നം. അതിന് ഈ ഡ്രൈ ടൈം അല്ല, നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്റർ പറഞ്ഞ എന്താ അറിയോ, കാട്ടിനകത്ത് പോയിട്ട് ആരോ ഈ കടുവേനെ കുത്തി പുറത്തിറക്കുക. അതിനുണ്ട് ഏതാ മൂപ്പരൊക്കെ എനിക്കറിയാൻ പാടില്ല. മൂപ്പര് പോയിട്ട് കണ്ടുപിടിക്കലായിരിക്കും അത്. എന്താണെങ്കിലും എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു റീസൺ പ്രോപ്പറായിട്ട്, ഇപ്പോൾ ഫുഡ് ആയിരിക്കാം ഒരു റീസൺ, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ക്ലൈമറ്റ് കൊണ്ടുള്ള വലിയ റീസൺ ഫുഡ് തന്നെ ആയിരിക്കണം. മഴ കുറവാണ് ആ ടൈം ആവുമ്പോഴാണ് എന്താ ഒരു പുറത്തേക്ക് വരണം. നോർമലി 2-3 കേസസ് ആണ്. ഒന്ന് ഫുഡ്, സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുലി കുട്ടികളുള്ള ടൈമിൽ ഹണ്ട് ചെയ്ത് പഠിപ്പിക്കാൻ, കുട്ടികളെ ഹണ്ട് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങും. അപ്പോൾ സോഫ്റ്റ് ടാർഗറ്റ്സ് ഇല്ലേ, ചെറിയ കുട്ടികൾ, പട്ടിക്കുട്ടി, ആട്, അങ്ങനത്തെ സോഫ്റ്റ് ടാർഗറ്റിന് എന്ത് ചെയ്യും, ഇവർ ഫോക്കസ്ഡ് ആയിട്ട് പിടിക്കും. പിന്നെ മുറിവ് പറ്റിയ മൃഗങ്ങൾ, എസ്പെഷ്യലി ഈ കാലിന് വയ്യാത്ത അല്ലെങ്കിൽ പ്രായമായ പുലികളില്ലേ, ഇവരും പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യും, സോഫ്റ്റ് ടാർഗറ്റിനെ ഹണ്ട് ചെയ്യും. ഇവർക്ക് കാടിനകത്ത് വലിയ ടാർഗറ്റ്സിനെ ഹണ്ട് ചെയ്ത് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഏറ്റവും സോഫ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നിട്ട് അടിച്ചിട്ട് പോകും. പിന്നെ ചില നരഭോജികൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന പുലികൾ, ഇവർക്ക് കൊല്ലണം എന്നുള്ളൂ, തിന്നണം എന്നില്ല, കടിച്ചു പറിച്ചിട്ടിട്ട് ഇവർ പോകും. ചിലത് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് അവിടെ പകുതി ഇടും. പക്ഷെ അത് പറയാനും പറ്റില്ലല്ലോ, ഒരിക്കലും. അതാണ് ഞാൻ ഇന്നിപ്പോൾ അതുണ്ടായി, ഇന്ന് പുലി ഒറ്റയ്ക്ക് നരഭോജി എന്ന് പറഞ്ഞാൽ ആ പുലി നരഭോജി എന്ന് പറഞ്ഞ പുലി ചിലപ്പോൾ അത് നരഭോജി കാറ്റഗറിയിലാണോ അതോ ഇത് ഹണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു ടാർഗറ്റ് കിട്ടി അതിനെ പിടിച്ചു ആ രീതിയിൽ സോഫ്റ്റ് ടാർഗറ്റ് ആയിട്ട് അടിച്ചതാണോ? ഇതിന് കൊല്ലാൻ പറ്റില്ല ഒറ്റയടിക്ക് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇത് നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും കാണും. ഇനിയിപ്പോൾ ചിലപ്പോൾ എന്താ പറയുക കുറേ പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യും, ഇത് കൊല്ലണം എന്ന് പറയും. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം മനുഷ്യൻ്റെ ഇപ്പം ഞാൻ കാടിനോട് അടുത്ത് താമസിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് പ്രശ്നം എനിക്കല്ലേ മനസ്സിലാവും, നമുക്ക് വേറെ ആർക്കും മനസ്സിലാവില്ല. ഇപ്പോൾ കോ എക്സിസ്റ്റൻസിൻ്റെ ഒരു വാല്യൂ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ വരണം, എന്ത് തരത്തിലുള്ള മാറ്റമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, കോടിക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി ചിലവാക്കുന്നത്. കോടിക്കണക്കിന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു 2014-15 ബാംഗ്ലൂരിലേക്ക് സ്ഥിരമായിട്ട് KSRTC അന്ന് നിങ്ങളെ മലപ്പുറത്ത് സർവീസ് അല്ലേ, 4 മണി സർവീസ്, ഒരു 4 മണി ബസ് ഉണ്ട് അവിടുന്ന് മലപ്പുറത്ത്. ഈ ബസ്സിൽ പോണ സമയത്ത് വയനാട്ടിൽ നിന്നൊരു അഡ്വക്കേറ്റ് കയറും വണ്ടിയിൽ. ഈ വയനാട്ടിലുള്ള അഡ്വക്കേറ്റ് ആണ് അയാൾ ഈ പറഞ്ഞ മാതിരി വൈൽഡ് ലൈഫും സാധനങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ പോകുന്ന ഒരു വ്യക്തി, അതിൽ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഇയാൾ ഞങ്ങളോട് ഇങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ കഥകൾ പറയും, കാടിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. കാട്ടിൽ രാത്രിയാവുന്ന സമയത്ത് വണ്ടികളിൽ വന്നിട്ട് ഫുഡ് ഡ്രോപ്പ് ചെയ്യുന്നത്, ചില സമയത്ത് കുറേ ശബ്ദങ്ങൾ കേൾക്കാം. സോ പല ആക്ടിവിറ്റീസും കാർഡ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിയാതെ തന്നെ നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ആര് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ വല്ല പ്രൊജക്റ്റുകളുണ്ടോ ഈ മൃഗങ്ങൾക്ക് വേണ്ടി? ഇപ്പോൾ ഇത്രയും കടുവേൻ്റെ എണ്ണം കൂടണമെന്നുണ്ടെങ്കിൽ ബൈ നാച്ചുറലായിട്ട് കടുവ പെറ്റ് പെരുകാൻ ഇത് പട്ടിയെ പൂച്ചൊന്നുമില്ലല്ലോ. ഇത് എണ്ണം കൂടുന്നത് എങ്ങനെയല്ല, ഇവർ കൊടുന്ന് ഡ്രോപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഹാബിറ്റാറ്റിൽ കടുവകളും അതിൻ്റെ കാര്യങ്ങളും ഉണ്ടായിട്ട് അതിനെ കൊടുന്ന് ഡ്രോപ്പ് ചെയ്യുന്നതാണോ? പിന്നെ ഹണ്ടിങ് പ്രൊമോട്ട് ചെയ്യാത്തൊരു ഇതുണ്ട്. പല രാജ്യങ്ങളിലും ഹണ്ടിങ് ഉണ്ട്, നമ്പർ കൂടുന്നതനുസരിച്ച് ഹണ്ട് ഡൗൺ ചെയ്യും. ഹണ്ടിങ് ഉണ്ട്. ഇവിടെ ഹണ്ടിങ് പ്രോഹിബിറ്റഡ് ആണ്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡൊക്കെ അവിടുത്തെ മൃഗങ്ങൾ. ഓസ്ട്രേലിയയിൽ ഈ പറഞ്ഞ മാതിരി കങ്കാരു ഷൂട്ടിങ്ങിന്റെ പെർമിഷൻ കൊടുക്കും സാധാരണക്കാർക്ക്. ഇവിടെ ഹണ്ടിങ്ങിന്റെ അങ്ങനത്തെ ഇവിടെ ഹണ്ടിങ് വെച്ചിട്ട് കാര്യമില്ല. ഹണ്ടിങ് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അടിച്ചിട്ട് പോകും, അത് വേറെ കാര്യം. അതെ, അവിടെ വേറെ ബിസിനസ് ഇറക്കും. അപ്പോൾ ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മളിനി എന്തൊക്കെ ഇവിടെ കടന്ന് കച്ചറ ഉണ്ടാക്കിയാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും ഇതിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ കിടക്കുന്നത് റോക്ക് ബോട്ടം ലെവലിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളും ഇന്ത്യ ഒട്ടാകെ ചെയ്തിട്ടില്ല. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യ ഒട്ടാകെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് റിസോൾവ് ചെയ്യാനുള്ള ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിനൊരു സ്റ്റഡി നടത്തി എങ്ങനെ ഏതൊക്കെ ഏരിയാസ് തരംതിരിച്ച്
ഏതൊക്കെ രീതിയിൽ മനുഷ്യനെയും വന്യമൃഗങ്ങളെയും മാറ്റി നിർത്തുന്ന രീതിയിലുള്ള മോസ്റ്റ് മോഡേൺ മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് കൊണ്ടുവന്ന് മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് ആലോചിച്ച് കണ്ടുപിടിച്ചാൽ ഇതിനൊരു ഒരു തീരുമാനമാവും. അല്ലാത്ത പക്ഷം 10 ഇതേപോലുള്ള രാഷ്ട്രീയക്കാർക്കും ബാക്കിയുള്ളവർക്കും വന്ന് മെയിൻ ആവാൻ വേണ്ടി മാത്രം ഈ മരിച്ചവരെ വീട്ടുകാർക്ക് കുറച്ച് പൈസയും കിട്ടും. ഇത് മാത്രമേ നടക്കൂ. ഇനിയും വന്യജീവികൾ ഇറങ്ങും, മരണവും സംഭവിക്കും, രാഷ്ട്രീയക്കാർ വന്നിട്ട് അവിടെ വന്ന് മുതലാക്കി പോവുകയും ചെയ്യും. ഒരു തീരുമാനം ഇതിൻ്റെ കാര്യത്തിൽ ഉണ്ടാവും എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നില്ല.